സുഹൃത്തുക്കളെ, കഴിഞ്ഞ 22 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2001-2006 കാലഘട്ടങ്ങളിൽ കടുത്തുരുത്തി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തിച്ച എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാലത്തും ഓർക്കുന്ന ഒരു വികസന പ്രവർത്തനമായിരുന്നു കടുത്തുരുത്തി ബൈപ്പാസ്. അന്ന് 2004 കാലഘട്ടത്തിൽ എൻ്റെ ഓഫീസിലാണ് ആദ്യമായി സ്ഥല ഉടമകളെ വിളിച്ചു ചേർക്കുന്നതും അവരുടെ സമ്മതപത്രം. എന്നൊരു സന്തോഷകരമായ കാര്യം, അന്ന് ആരും ഇതിനെ എതിർത്തില്ല. എല്ലാ സ്ഥല ഉടമകളും സ്ഥലം തരാൻ തയ്യാറായി. അവർ സമ്മതപത്രം ഒപ്പിട്ട് തന്നു. ആ വർഷത്തെ ബഡ്ജറ്റിൽ പണം അനുവദിച്ചു. PWD അവിടെ അതിർത്തി കല്ലുകൾ ഇട്ടു. അത്രയും കാര്യങ്ങൾ കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കുണ്ട്. അതിനുശേഷം 22 വർഷമായി ഇത് പൂർത്തിയാകാൻ എങ്കിലും കടുത്തുരുത്തിക്ക് വേണ്ടി ബൈപ്പാസ് പൂർത്തിയായത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. അപ്പോൾ അത് നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷകരമാണ്. ഒന്ന്, അവിടുത്തെ ഏറ്റവും വലിയ ഒരു ദീർഘമായ വീക്ഷണത്തോടു കൂടിയാണെന്ന് അത് ആരംഭിച്ചത്. കാരണം കടുത്തുരുത്തിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു മീറ്റിംഗ് വെച്ചാൽ അന്ന് ആ വഴി 2, 3, 4 മണിക്കൂർ സമയത്തേക്ക് ബ്ലോക്കാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് മാറണമെന്ന് ആഗ്രഹിക്കുകയും ഈ ബൈപ്പാസിനും കടുത്തുരുത്തിക്കും ഇടയ്ക്കുള്ള ഭാഗം വികസിച്ച് ഒരു വലിയ വികസിത ടൗണായി കടുത്തുരുത്തി മാറണമെന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ 2006-ൽ 2001 വോട്ടിന് പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ബൈപ്പാസ് പൂർത്തിയാക്കാൻ 22 വർഷം വേണ്ടി വരുമായിരുന്നില്ല. അതൊരു ദീർഘമായ കാലയളവായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ എങ്കിലും നമുക്കിതിപ്പോൾ പൂർത്തീകരിച്ച് ലഭിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ MLA ആയിരുന്ന കാലത്ത് ഏത് വികസന പ്രവർത്തനം നടത്തിയാലും എല്ലാ മുൻ MLA-മാരെയും കൂടെ അതിനകത്ത് പങ്കാളിയാക്കുമായിരുന്നു. ഇപ്പോൾ ആകെ കടുത്തുരുത്തിക്കൊരു മുൻ MLA മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എന്നെ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചാൽ ഈ സത്യങ്ങളൊക്കെ ആളോട് പറയുമ്പോൾ ഒരു പഴയ ഓർമ്മപ്പെടുത്തലുണ്ടാകും എന്നും, അങ്ങനെ ആ ഓർമ്മപ്പെടുത്തലുകൾ പലരുടെയും ഉറക്കം കെടുത്തും എന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ക്ഷണിക്കാത്തത്. എനിക്കൊരു പരാതിയില്ല, അത് യാതൊരു പരാതിയില്ല അക്കാര്യത്തിൽ. പക്ഷേ ഒരു കാര്യമുള്ളത്, കടുത്തുരുത്തിക്ക് ഏറ്റവും അനിവാര്യമായ ഈ ബൈപ്പാസ് അത് പൂർത്തീകരിക്കണം എന്നുള്ളത് എൻ്റെയും ഈ നാട്ടിലെ ആളുകളുടെയും ജനങ്ങളുടെയും ഒരാഗ്രഹമായിരുന്നു. ഇനി എല്ലാ സാധാരണ മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാ പാർട്ടികളും പ്രതിനിധികളെ വിളിക്കാറുണ്ട്. ഒരു നോട്ടീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങി. അതിനകത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധി ഇല്ല. ചിലർക്ക് സംശയം നമുക്ക് MLA-മാരില്ലാത്തത് കൊണ്ടാണ്. MLA-മാരില്ലാത്ത പാർട്ടിയായ NCP എല്ലാം ഇറക്കി യോഗത്തിൽ വെച്ചിട്ടുണ്ട്, NCPയുടെ പ്രതിനിധിയെല്ലാം. അത് ഒരുപക്ഷെ സൗകര്യപ്രദമായി വിട്ടുപോയതാവാം, മറന്നുപോയതാവാം. ആവട്ടെ, എങ്കിലും അത് തിരുത്തുമെന്നാണ് കേട്ടത്. തിരുത്തിയ സന്തോഷം. എന്തായാലും വികസനം നടന്നല്ലോ. അക്കാര്യത്തിൽ പ്രത്യേകമായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. നമസ്കാരം.